പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അപ്പച്ചനും ഡെവിയും സൂപ്പർ മാർക്കറ്റിലേക്ക് പോയതും മോരും ഉച്ചക്കുള്ളതും ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ചേട്ടത്തി ഇപ്പൊ വരാമേ. മിത്രക്കൊപ്പം അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഫോൺ റിങ് ചെയ്തതും ഡാനി അതും പറഞ്ഞ് അവിടുന്ന് സ്കൂട്ടായതും അവന്റെ ചിരിയും പോക്കും കണ്ട് മിത്ര അവനൊന്ന് അടിപിടി നോക്കി തന്റെ പണിയിലേക്ക് തിരിഞ്ഞു. ജോലി ചെയ്യാതിരിക്കാനുള്ള ഡാൻസിന്റെ അടവാണിത്. തേങ്ങ ചിരുകിക്കൊണ്ട് നിന്നിരുന്ന കുഞ്ഞൂട്ടൻ ഡാനിയുടെ പോക്ക് കണ്ടു പറഞ്ഞു. നീ മിണ്ടാ, നിന്റെ പണി ചെയ്യടാ, വെറുതെ ഓരോന്ന് പറഞ്ഞു അവനായിട്ട് വഴക്കിന് നിൽക്കണ്ട. ഡാനി ഇത് കേട്ട രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വെറുതെ വഴക്കടിക്കൊന്നും അറിയാവുന്നത് കൊണ്ട് മിത്ര കുഞ്ഞൂട്ടനെ നോക്കി കണ്ടുപിട്ടിക്കൊണ്ട് പറഞ്ഞു. ഓ ഞാനൊന്നും പറയുന്നില്ലേ, നമ്മളല്ലേ ഈ വീട്ടിൽ പുറമ്പോക്കല്ലേ. മിത്ര പറഞ്ഞത് കേട്ട് കുഞ്ഞൂട്ടൻ ചുണ്ടു ചുളുക്ക് വിഷമം വരുത്തിക്കൊണ്ട് പറഞ്ഞതും മിത്ര വന്ന ചിരി ഒതുക്കി അവനെ നോക്കി കണ്ണുകെട്ടി കാണിച്ച് തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. ഡാനി വാ കഴിക്കാം. കുറച്ച് സമയം കഴിഞ്ഞതും മിത്ര ഭക്ഷണപാത്രങ്ങളെല്ലാം ടേബിളിൽ നിരത്തി വെച്ച് ഹാളിലെ സെറ്റിയിൽ കിടന്ന് ഫോണിൽ കളിക്കുന്ന ഡാനിയെ വിളിച്ചു. ഇപ്പൊ വരെ ചെലുത്തി, ഒരു 5 മിനിറ്റ്. ഡാനി ഫോണിൽ തോണ്ടിക്കൊണ്ട് പറഞ്ഞതും ഉച്ചയ്ക്ക് കഴിക്കാൻ വരാമെന്ന് പറഞ്ഞ് ഡെവിയെയും അപ്പച്ചനെയും കാണാത്തത് കൊണ്ട് മിത്ര ഫോൺ എടുത്ത് ഡെവിയുടെ നമ്പർ ഡയൽ ചെയ്ത് കുടിക്കാനുള്ള വെള്ളവും എടുത്തുകൊണ്ട് വരാനായി കിച്ചണിലേക്ക് നടന്നു. എന്താ? ഡാനി തന്റെ അരികിലായി വന്നിരുന്ന കുഞ്ഞൂട്ടിനെ കണ്ട് ഫോണും മറച്ചു പിടിച്ച് അവനെ നോക്കി പൊരുക്കം പൊക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല. ചുമൽ കൂച്ചിക്കൊണ്ട് അതും പറഞ്ഞ് കുഞ്ഞൂട്ടൻ അവിടെ ഇരുന്നതും ഡാനി അവനൊന്ന് തറപ്പിച്ച് നോക്കി ഫോൺ നോക്കിയിരുന്നു. ചേട്ടത്തി ഓടിവാ. ഡെവിക്ക് വിളിച്ചു വെച്ച് ജഗിൽ വെള്ളം നിറക്കുമ്പോഴാണ് കുഞ്ഞൂട്ടൻ ഉച്ചത്തിൽ വിളിച്ച് ആർത്ത് ഡെനിയുടെ ഫോണും മുറുകെ പിടിച്ച് അങ്ങോട്ട് ഓടി വന്നത്. കുഞ്ഞൂട്ടാ വേണ്ട, ഫോണിങ് തന്നേരെ. കുഞ്ഞൂട്ടന്റെ പിറകിലായി ഓടി വന്ന ഡാനി അവൻ മിത്രക്കരികിലേക്ക് കുഞ്ഞൂട്ടൻ ഓടിപ്പോകുന്നത് കണ്ട് തടയാനെന്ന് വണ്ണം പറഞ്ഞു. നീ പോണ, എല്ലാരും അറിയട്ടെ നിന്റെ കള്ളക്കളി. അത് പറഞ്ഞ് കുഞ്ഞൂട്ടൻ വേഗത്തിൽ ഓടി മിത്രക്കരികിൽ വന്ന് തന്റെ കയ്യിലുള്ള ഫോണും മിത്രയെ ഏൽപ്പിച്ചു. നോക്കി ചേട്ടത്തി, ഈ ഡെന്നിച്ചന് പ്രണയുണ്ട് കണ്ടോ, അതിൽ മൈല ഒന്ന് സേവ് ചെയ്തിട്ടത് വിത്ത് ഹാർട്ട് സിമ്പല്. ഇത്ര നേരം വരെ ആ പെണ്ണൊരു ചാർജ് ചെയ്തിരിക്കുന്നവൻ. തന്റെ പിറകിലായി ഓടി വന്ന ഡാനിയെ നോക്കി കോക്കിന് കാണിച്ചുകൊണ്ട് മിത്രയോടായി പറഞ്ഞു. സത്യമാണോടാ ഡാനി ഇപ്പൊ പറയുന്നത്? ഇത് നീ സ്നേഹിക്കുന്ന കുട്ടിയാണോ? വാതിലിന്റെ അരികിൽ നിന്നും പരുങ്ങുന്ന ഡാനിയെ സംശയത്തിൽ നോക്കിക്കൊണ്ട് മിത്ര ചോദിച്ചതും ഡാനി അറിയുന്ന രീതിയിൽ തലയാട്ടി. ഇങ്ങനെയല്ല, ഒരാളോട് കൂടുതൽ ചോദിക്കുകയായിരുന്നു. മിത്രയെ എരിവ് കയറ്റാൻ ശ്രമിച്ചുകൊണ്ട് കുഞ്ഞൂട്ടൻ പറഞ്ഞു. മിണ്ടാ നിൽക്കടാ, അതിന് മാത്രം വരുമ്പോ എന്താ ചെയ്തത്? മിത്ര ഡാനിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞത് കേട്ട് കുഞ്ഞൂട്ടൻ മുഖവും വീർപ്പിച്ചു നിന്നു. അതിരിക്കട്ടെ, ആരാ നീ ഈ സ്നേഹിക്കുന്ന പെൺകുട്ടി? മിത്ര തന്റെ കയ്യിലുള്ള ഫോൺ ഡാനിയെ തിരികെ ഏൽപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അത് ചേട്ടത്തി അറിയും, ജൂലിയാണ്. മടിച്ചുകൊണ്ട് ഡാനി പറഞ്ഞത് കേട്ട് മിത്ര ഞെട്ടി. നമ്മുടെ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ജൂലിയാണോ? മിത്ര ഉറപ്പിക്കാനെന്നോണം ചോദിച്ചു. അത് തന്നെ. എടാ ഡാനി, അവളുടെ വീട്ടിലിറങ്ങുന്ന പ്രശ്നമാകില്ലേ? മിത്രത്തെ എല്ലാവരും പേടിയോടെ ചോദിച്ചു. അതിനവൾക്ക് ആരുമില്ല ചേട്ടത്തി, അവൾ വളർന്നത് ഒരു കോൺവെന്റിലാണ്, ഇപ്പൊ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, കൂടെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാണ്. ഡാനി പറഞ്ഞത് കേട്ട് മിത്ര മുൻപൊരിക്കൽ ജൂലിയോട് വീട്ടുകാരെ കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ വേറെ എന്തൊക്കെയോ പറഞ്ഞു ഒഴിഞ്ഞു മാറിയത് ആലോചിച്ചു. ചേട്ടത്തി, ചേട്ടായിട്ട് ഇപ്പൊ പറയണ്ട. പറഞ്ഞ പഠിക്കേണ്ട സമയത്ത് പ്രേമിച്ച് നടന്നതിന് ചേട്ടായി വഴക്ക് പറയും. ഇല്ലടാ ഞാൻ പറയില്ല, പക്ഷേ അധികം നീട്ടിക്കൊണ്ട് പോകരുത്, വേഗം പറഞ്ഞേക്കണം. ഓഹോ, ഇപ്പൊ രണ്ടുപേരും ഒറ്റക്കെട്ട്. ഞാൻ പറയും ഇത് ചേട്ടായിയോട്, ചേട്ടായി കണ്ട് വരട്ടെ. അതുവരെ മിണ്ടാതെ നിന്നിരുന്ന കുഞ്ഞൂട്ടൻ ഇരുവരുടെയും സംഭാഷണം കേട്ടുകൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞാലും നീ ഡാനിക്കിട്ട് പാര വെക്കുകയാണെന്ന് കരുതി നിന്റെ ചേട്ടായി വിശ്വസിക്കില്ല. അതുകൊണ്ട് എന്റെ കുഞ്ഞൂട്ടൻ വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട. മിത്ര അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞതും ഡാനി കുഞ്ഞൂട്ടനെ നോക്കി അടക്കിച്ചിരിച്ചു. ഇത് ഞാനെങ്ങാനായതെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രതികരണം ഇങ്ങനെ ആയിരിക്കുമോ? ആയിരിക്കില്ല. മുട്ടേന്ന് വിരിയും മുമ്പായി നീ പ്രേമിക്കാൻ നടന്നാലേ മടൽ വിട്ട് തല്ലും നിന്നെ ഞാൻ. മിത്ര അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞതും കുഞ്ഞൂട്ടന് ഒന്നും നടക്കാത്ത ദേഷ്യത്തിൽ ചാവിട്ടിത്തുള്ളി അടുക്കളയിൽ നിന്ന് പോയി. ചേട്ടതി, അവനിനി എങ്ങാനും ചേട്ടായി അപ്പനൊക്കെ വരുമ്പോ പോയി പറയോ? ഡാനി തല്ലൊരു ടെൻഷനോടെ മിത്രയോട് ചോദിച്ചു. ഏയ് ആ മുമ്പ് പറയത്തില്ല, പക്ഷേ നീ വൈകാതെ പറഞ്ഞോണ്ട്. ഡാനിയോട് ഒരു ഓർമ്മപ്പെടുത്തലെന്ന പോലെ അതും പറഞ്ഞ് ജഗ്ഗും എടുത്ത് ഡൈനിങ് ഹാളിലേക്ക് നടന്നു. ഡെവിയും അപ്പച്ചനും എത്തുമ്പോഴേക്കും ഇത്തിരി വൈകിയിരുന്നു. അത്രയും നേരം കഴിക്കാതിരുന്നാൽ അവർ വഴക്ക് പറയും. അതുകൊണ്ട് തന്നെ അവരെ കാത്തു നിൽക്കാതെ മൂവരും ഭക്ഷണം കഴിച്ചിരുന്നു. ഡെവി കഴിച്ച് എഴുന്നേറ്റ് പോയതും ഭക്ഷണം വിളമ്പി വെച്ച പ്ലേറ്റ് എല്ലാം എടുത്ത് കൊണ്ടുവെക്കുന്നതിനിടയിലാണ്
ടേബിളിലുള്ള ഡെബിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് മിത്രയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ട്രൂ കോളിൽ ദീക്ഷിത് എന്ന് തെളിഞ്ഞു കണ്ടതും തൻ്റെ ഏട്ടൻ എന്തിന് ഡെബിയെ വിളിക്കണമെന്ന സംശയത്തിൽ മിത്ര കോൾ എടുത്തു. ഹലോ ഡേവിഡ്. കോൾ എടുത്ത ഉടനെ തന്നെ മറുതലക്കിൽ ആദ്യം നിറഞ്ഞ സ്വരം ഉയർന്നു. ഈ ചായനല്ല, ഞാനാ. എന്തിനാ വിളിച്ചത്? ദീക്ഷിത്തിന്റെ ശബ്ദത്തിലെ മാറ്റം മനസ്സിലായിട്ടും മിത്ര ഗൗരവം നടിച്ചുകൊണ്ട് ചോദിച്ചു. മോളെ കുഞ്ഞി, നമ്മുടെ അപ്പക്ക് തീരെ വയ്യടി, നിന്നെ കാണാന്നാ പറയുന്നത്. ഇടറിക്കൊണ്ട് ദീക്ഷിത് പറഞ്ഞു കേട്ട് മിത്ര ഞെട്ടി. എത്രയൊക്കെ ആയാലും തൻ്റെ അപ്പക്ക് വയ്യെന്ന് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പക്ക് എന്താ പറ്റിയത്? മിത്ര സങ്കടത്തിൽ വിക്കിക്കൊണ്ട് ചോദിച്ചു. ആക്സിഡന്റ് ആണ്, അല്പം സീരിയസാ. ബോധം വരുമ്പോൾ നിന്നെ കാണുമെന്ന് പറയുന്നത്. ഒന്ന് വന്നൂടെ? ദീക്ഷിത്തിന്റെ ചോദ്യത്തിന് മിത്ര എന്ത് പറയണമെന്ന് അറിയാതെ വിരുമ്പി. എന്നതാ ദേവ, എന്നതിനെ കരയുന്നത്? അങ്ങോട്ട് വന്ന ഡെബി ഫോൺ പിടിച്ച് വാങ്ങി പൊട്ടിക്കരയുന്ന മിത്രയെ കണ്ട് ആദിയോടെ കാര്യം തിരക്കി. ഫോൺ ഡെബിക്ക് നേരെ നീട്ടി ബാക്കി പറയാനാകാതെ വിരുമ്പിക്കറിയാൻ തുടങ്ങിയതും ഡെബി മിത്രയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ചെവിയോട് ചേർത്തു. മറുതലക്കിൽ നിന്നും പറയുന്നത് കേട്ടുന്ന ഡെബി ആദ്യം ഒന്ന് പകച്ചുവെങ്കിലും സ്വബോധം വീണ്ടെടുത്ത് മിത്രയെ തന്നോട് ചേർത്ത് പിടിച്ചു. ദേവ, താൻ കരയണ്ട, അപ്പൊക്കൊന്നും പറ്റില്ല. ഫോൺ വെച്ച് കാണുന്ന ഡെബി കരയുന്ന മിത്രയെ ആശ്വസിപ്പിക്കൊണ്ട് പറഞ്ഞു. ഈ ചായ, എനിക്ക് ഡാപ്പയൊന്ന് കാണണം, ഒന്ന് അവിടെ ഒന്ന് കൊണ്ടുപോകൂ. മിത്ര കരഞ്ഞുകൊണ്ട് ഡെബിയോട് ചോദിച്ചു. ആ, കൊണ്ടുപോകാം. ഈ കരച്ചിൽ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ. മിത്രയുടെ കവളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് തുടച്ചു കൊടുത്തുകൊണ്ട് ഡെബി പറഞ്ഞതും മിത്ര അനുസരണയോടെ തലയാട്ടി. മിത്ര ഡ്രസ്സ് മാറ്റി വരുമ്പോഴേക്കും ഡെബി ഐസക്കിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. എൻ്റെ കൊച്ച് സങ്കടപ്പെടാതെ പോയി വാ, അപ്പൊക്കൊന്നും പറ്റില്ല. പോകാനിറങ്ങിയ മിത്രയുടെ തോളിൽ തട്ടി അവളെ ആശ്വസിപ്പിക്കാനെന്ന് നമ്മുടെ ഐസക്ക് പറഞ്ഞു. പോയിട്ട് വരാം. കരച്ചിലൊന്നടക്കി മിത്ര അപ്പച്ചനോടും അവൾ പോകുന്നത് കൊണ്ട് വാടിയ മുഖത്തോടെ നിൽക്കുന്ന ഡാനിയോടും കുഞ്ഞുട്ടോടും യാത്ര പറഞ്ഞ് ഇനി എന്താ തങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് പോലും അറിയാതെ ഡെബിയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിലെത്തി ഐസിയു ലക്ഷ്യം വെച്ച് നടക്കുമ്പോഴും ടെൻഷനോടെ മിത്രയുടെ കൈകൾ ഡെബിയുടെ കൈകളിൽ മുറുകാൻ തുടങ്ങിയതും അവൾ ആശ്വസിപ്പിച്ച് മിത്രയും ചേർത്തിപ്പിച്ച് ഡെബി മുന്നോട്ട് നടന്നു. ഇതേ സമയം ഐസിയുവിന്റെ മുന്നിൽ ടെൻഷനോടെ നിന്നിരുന്നവരൊക്കെ മിത്രയുടെ മുഖം കണ്ടതും അത്ഭുതത്തോടെ അവളെ നോക്കി. കാരണം അവൾ ഒരിക്കലും വരില്ലെന്നാണ് അവർ കരുതിയത്. എന്നാൽ മിത്രയുടെ കൂടെ വരുന്ന ഡെബിയെ കണ്ടതും പാട്ടിയുടെ മുഖം മാത്രമേ ഇരുണ്ടു. അമ്മ, അപ്പാക്ക് എങ്ങനെയുണ്ട്? ഒരു ഭാഗത്തായി സാരി തലപ്പ് കൊണ്ട് വാപുത്തി കരയുന്ന മോഹിനിക്കരികിലേക്ക് വന്നുകൊണ്ട് മിത്ര ചോദിച്ചു. സീരിയസ് ആണെന്നാ ഡോക്ടർ ചൊല്ലിയത്. ഏതോ പെരിയ ഓപ്പറേഷനൊക്കെ അവങ്ങൾക്ക് വേണാച്ച്. കരഞ്ഞുകൊണ്ട് മോഹിനി പറഞ്ഞത് കേട്ട് മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളെ കൊണ്ടുവന്നതിന് നന്ദിയുണ്ട്. ഞങ്ങളോടുള്ള ദേഷ്യം കാരണം അവൾ വരില്ലെന്നാ കരുതിയത്. ഡെബിയെ നോക്കി പതിഞ്ഞ ശബ്ദത്തിൽ ദീക്ഷിത് പറഞ്ഞു. നിങ്ങൾക്ക് അവൾ ഇനിയും മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കരുതിയത്. എത്രയൊക്കെ ആയാലും സ്വന്തം അച്ഛന് വയ്യെന്ന് കേട്ടാ വരില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കാനുള്ള കട്ടി മനസ്സൊന്നും അവൾക്കില്ല. ഡെബി പറഞ്ഞത് കേട്ട് ദീക്ഷിത്തിൻ്റെയും ദേവന്റെയും തലകുനിഞ്ഞു. ദേവിയുടെ അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട്? ഇത്തിരി ക്രിട്ടിക്കലാണ്, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്യാണ്. ഡെബിയുടെ ചോദ്യം കേട്ടെന്ന് ദേവൻ അയ്യരെ ഓർത്ത് വിഷമത്തോടെ പറഞ്ഞു. ദേവനും ദീക്ഷിതും നല്ല രീതിയിൽ ഡെബിയോട് സംസാരിക്കുന്നത് കണ്ടതും പാട്ടിയുടെ മുഖത്ത് ഇഷ്ടക്കേട് തെളിഞ്ഞു. സ്വന്തം മകൻ ജീവന് വേണ്ടി പോരാടുമ്പോഴും മിത്രയിൽ നിന്ന് ഡെബിയെ അടർത്തി മാറ്റുന്ന ചിന്തയായിരുന്നു അവരുടെ ഉള്ളിൽ. കാത്തിരിപ്പിന് വിരാമം വിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങി വന്നു. അയ്യർക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞു പോയപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത്. ഇതിൻ്റെ ഇടയിൽ പാർട്ടിയുടെ നിർബന്ധം കാരണം അവർ ഹോസ്പിറ്റലിൽ റൂം എടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടിരുന്നു. അവർക്ക് കൂട്ടിനായി ദീക്ഷിത്തിന്റെ ഭാര്യ കീർത്തിയും പോയതും മിത്രയും അവളുടെ അമ്മയും ദേവനും ദീക്ഷിതും ദേവിയും പോകാതെ ഐസിയുവിന് മുന്നിൽ അയ്യർക്ക് ബോധം വീഴുന്നതും കാത്ത് വെയിറ്റിംഗ് ചെയറിൽ ലക്ഷ്മിയോടിയിരുന്നു. പേഷ്യന്റിന് ബോധം വീണിട്ടുണ്ടേ. മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് ഐസിയുവിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് വന്ന് നേഴ്സ് പറഞ്ഞത് കേട്ട് എല്ലാവരിലും ആശ്വാസം നിറഞ്ഞു. ദേവമിത്ര ആരാണ്? അവരെല്ലാവരെയും സംശയത്തിൽ മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനാ. ഡെവിയുടെ അടുത്തിരുന്ന മിത്ര എണീറ്റുകൊണ്ട് പറഞ്ഞു. വരൂ, പേഷ്യന്റ് നിങ്ങളെ കാണുമെന്ന് പറയുന്നുണ്ട്. നേഴ്സ് പറഞ്ഞു കേട്ട് മിത്ര ടെൻഷനോട് രവിയെ നോക്കിയതും അവനൊന്നുമില്ലെന്ന രീതിയിൽ കണ്ണു ചെമ്മി കാണിച്ചതും തൻ്റെ അപ്പയുടെ അവസ്ഥയെ ആലോചിച്ച് മിത്ര വിറയിലൂടെ നേഴ്സിന്റെ കൂടെ ഉള്ളിലേക്ക് നടന്നു. നേഴ്സ് കൊടുത്ത് ഹോസ്പിറ്റൽ ഗൗണും മാസ്കും ഗ്ലൗസും ക്യാപ്പും ഇട്ട് നേഴ്സിന്റെ കൂടെ അയ്യരുടെ അടുത്തേക്ക് ചെന്നു. വയറുകളും വലിയ കെട്ടുകളും ഒക്കെയായി ഓക്സിജൻ മാസ്കും വെച്ച് കിടക്കുന്ന അയ്യരെ കണ്ടതും മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു. എത്രയൊക്കെയായാലും തൻ്റെ അപ്പയാണ്. ജനിപ്പിച്ച അന്ന് മുതൽ 24 വർഷം തന്നെ പൊന്നുപോലെ നോക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ്
ആരോ ഉണ്ടാക്കിയ കള്ളക്കഥ വിശ്വസിച്ച് തന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ ആ വിഷമത്തിലാണ് താൻ ഇവരോടെല്ലാം വാശി കാണിച്ച് അകന്നു വന്നത്. എന്നാൽ ഇങ്ങനൊരു അവസ്ഥയിലെത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയ്യർ അങ്ങനെ കണ്ടപ്പോൾ അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കൂടുതൽ സംസാരിപ്പിച്ച് സ്ട്രെയിൻ ചെയ്യിക്കരുത്. പിന്നെ പേഷ്യൻറ്റിന് മനസ്സിന് വിഷമുണ്ടാകുന്ന കാര്യങ്ങളോ പ്രവൃത്തിയോ ഒന്നും ഉണ്ടാകരുത്. അത് ഹെൽത്തിനെ ബാധിക്കും. അതുകൊണ്ട് സന്തോഷമായിട്ട് വെക്കുക. ചെറിയ മയക്കത്തിലാണ്, താനൊന്ന് വിളിച്ചു നോക്ക്. അയ്യരുടെ ആരോഗ്യനില ചെക്ക് ചെയ്ത് അവിടെ നിന്ന് ഡോക്ടർ നിറഞ്ഞ കണ്ണോടെ വിഷമത്തിൽ അയ്യരെ തന്നെ നോക്കി നിൽക്കുന്ന മിത്രയെ കണ്ട് അത്രമാത്രം പറഞ്ഞവളുടെ തോളിൽ തട്ടി പുറത്തേക്ക് പോയതും മിത്ര പതിയെ അയ്യരെ കിടത്തിയ ബെഡിനരികിലേക്ക് വന്നു നിന്നു. അപ്പേ എന്തെങ്കിലും പിടിപ്പിച്ച് അയ്യരുടെ കയ്യിൽ പതിയെ പിടിച്ച് വിതുമ്പലോടെ മിത്ര വിളിച്ചു. മിത്രയുടെ ശബ്ദവും സാന്നിധ്യവും അറിഞ്ഞതും അയ്യർ ആയാസപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്നതും തൻ്റെ മുന്നിൽ നിൽക്കുന്ന മിത്രയെ കണ്ടതും തളച്ചിക്കിടയിലും അയ്യരുടെ കണ്ണുകൾ വിടുന്നു. എങ്കിലും ഞൊടിയുടെ നേരം കൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞു തുമ്പി. അപ്പേ എന്തിനാ കരയുന്നത്? എല്ലാം പെട്ടെന്ന് മാറിക്കോളും, വിഷമിക്കണ്ട. തൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് കരയുന്ന അയ്യരെ കണ്ട് തൻ്റെ സങ്കടം ഒതുക്കി മുഖത്ത് ചിരി വരുത്തി അയ്യരുടെ കണ്ണുകൾ തുടച്ചു കൊടുത്ത് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യരെന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നത് കണ്ടതും നേഴ്സ് വന്ന് മുഖത്ത് മാസ്ക് മാറ്റിപ്പോയി. കുഞ്ഞി, അപ്പയോട് ക്ഷമിക്ക്. അപ്പക്കന്ന് അറിയാതൊരു തെറ്റ് പറ്റിപ്പോയതാ. പ്രയാസത്തോടെ അയ്യർ മിത്രയോടായി പറഞ്ഞതും മിത്രയുടെ കണ്ണുകൾ സങ്കടത്തിൽ നിറഞ്ഞൊഴുകി. എനിക്കെൻ്റെ അപ്പയോട് ഒരു പിണക്കോ ദേഷ്യമല്ല. അപ്പ അതാലോചിച്ച് വിഷമിക്കണ്ട. മോളെ ഓർത്തായിരുന്നു അപ്പക്ക് വിഷമം. ഏതായാലും എൻ്റെ മോൾ വന്നല്ലോ, അപ്പക്ക് സന്തോഷമായി. ഇനി ഈ കിടപ്പിൽ മരിച്ചാലും കുഴപ്പമില്ല. മിത്രയുടെ വിരലുകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അപ്പ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ, അപ്പക്കൊന്നും വരില്ല. സംസാരിച്ചത് മതി, അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല. സമയം കഴിഞ്ഞത് നേഴ്സ് അവർക്കിടയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അപ്പേ ഞാൻ പുറത്തുണ്ടാകും, വേഗം സുഖമായി. അപ്പം പഴയതുപോലെ തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ച് കൂട്ടണ്ട. നേഴ്സ് പറഞ്ഞത് കേട്ട് അതും പറഞ്ഞ് അയ്യരുടെ കവളിൽ ചുണ്ടുകൾ ചേർത്ത് മിത്ര പുറത്തേക്ക് പോയി. ഐസിവിന് പുറത്തേക്ക് ഇറങ്ങിയതും മിത്ര ആരെയും ശ്രദ്ധിക്കാതെ നേരെ ഡെവിയുടെ അടുത്തേക്ക് പോയി അവൻ ഇറുകപ്പെടുന്ന ആ നെഞ്ചിലേക്ക് മുഖം പോയി തേങ്ങിക്കരഞ്ഞു.